ഒലക്കര മൂട്. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നമ്മൾ അടിമുടി നാട്യക്കാരാ. ഉയർത്തൂ ഉണർത്തൂ. കഞ്ചാവ് ടീംസ്. അതെ, കഞ്ചാവ് ടീംസ്. കഞ്ചാവ് അടിക്കുന്നവർ കഞ്ചാവ് ടീംസ്. അതെ, നിങ്ങൾ ചെഗുവിന്റെ ആൾക്കാർ കഞ്ചാവ് ടീംസ് ആണെന്ന്. അല്ലേ? ചെങ്കൊടി കഞ്ചാവടിക്കുന്നവന്മാർ ചെങ്കൊടി ഏന്തി നടക്കുന്നു. ഗുരുതരമായ ആരോപണം. അതെ, ഗുരുതരം. അതെ, ഒരു കഞ്ചാവ് അടിക്കുന്നവനെ മറ്റൊരു കഞ്ചാവ് അടിക്കുന്ന മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ നാട്യങ്ങൾ. ഒരു ഇവന്മാരുടെ എന്തെല്ലാം നാട്യങ്ങൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആധമന്മാർ, ഊച്ചാളികൾ, ഇരട്ടാളികൾ, ഏപ്പരാച്ചികൾ എന്നാണ് നാട്ടുകാരെ, ഞാനല്ല എന്നാണ് ഇവരുടെ ജി സുധാകരൻ ഇവരെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങളുടെന്നല്ലേ, കോൺഗ്രസിന്റെ. പോയില്ലോ. എന്നിട്ട് കോൺഗ്രസ് സംസ്കാരമുള്ള പാർട്ടിയാണെന്നും പറഞ്ഞു. അയ്യോ, ഇത്രയും കാലം പിന്നെ സംസ്കാരമില്ലാത്ത പാർട്ടിയിൽ കടിച്ചു നിന്നെന്തിന്? പക്ഷേ മാനവരെ ഇതുവരെ ഈ പാർട്ടിയിൽ നിന്നിട്ട് MLA ആയി, മന്ത്രിയായി, സകല സൗകര്യങ്ങളും ഏറ്റുവാങ്ങി പ്രൗഢിയോടെ നടന്ന ജി സുധാകരൻ പാർട്ടി മാറിയപ്പോൾ ഇങ്ങനെ ഇവരെ കുത്താൻ പാടുണ്ടോ? ഈ ചിറ്റമ്മ നയം ചെറ്റത്തരം എന്ന് പറയരുതെന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറ്റത്തരം എന്ന് പറയരുത്. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ പാതയിലാണ്. കുലം കുത്തിന്നും കൂടെ വിളി. 8:45 അട്ടി വെച്ച പോലെ എന്നും കൂടെ പറ. അതൊക്കെ പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നും പോരായിരിക്കും അല്ലേ? മുഖ്യമന്ത്രിയുടെ ശൈലി വേണോ? വേണ്ട. അന്ന് നിർത്ത. അപ്പൊ സുഹൃത്തുക്കളെ, പക്ഷെ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇതിന്റെ സകലമാന പ്രിവിലേജും ഉപയോഗിച്ച ജി സുധാകരൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ സുധാകരനെ അങ്ങനെ പറയിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അതുകൂടി നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? എന്താണ് സുഹൃത്തുക്കളെ, ആലപ്പുഴയിലെ CPM-ന്റെ കഴിഞ്ഞ കുറെ കാലത്തെ പ്രവർത്തന രീതി എന്തൊക്കെയാണ്? പിരിവെട്ടാതെ പറ. അണ്ണാക്കിലെ പിരിവെട്ടാതെ പണ അങ്ങോട്ട് പണ എന്തൊക്കെയാണ്? ക്രിമിനൽസ് ആണ് ആലപ്പുഴയിലെ CPM-നെ നയിക്കുന്നത്. സത്യമല്ലേ? അല്ലേ? കഞ്ചാവുമായി പിടിക്കപ്പെട്ടത് ആരായിരുന്നു നിങ്ങളുടെ ആലപ്പുഴയിൽ CPM-ന്റെ? പറ അങ്ങോട്ട്. നിങ്ങളുടെ യുവ നേതാക്കൾ എന്ന് പറയുന്ന കുറെ എണ്ണം കഞ്ചാവ് ടീംസുമായി പിടിക്കപ്പെട്ടില്ലേ? അവരെ, ഈ കഞ്ചാവ് ടീംസുമായി പിടിക്കപ്പെട്ടവരെ സംരക്ഷിക്കാൻ പാർട്ടി എന്തെല്ലാം ഊച്ചാളിത്തരങ്ങൾ കാണിച്ചു? പറ. സുധാകരൻ പറയുന്നു ആലപ്പുഴയിലെ CPM-കാർ ഇപ്പോഴത്തെ CPM-കാർ ക്രിമിനൽസ് ആണ്. സത്യമല്ലേ പറഞ്ഞത്? സത്യമല്ലേ? പ്രിയപ്പെട്ടവരെ ഒന്നും വിളിക്കണ്ട, സത്യമല്ലേ? പെണ്ണ് കേസ്, കുളിമുറിയിലെ നഗ്നത പകർത്തുക, നേതാക്കന്മാരുടെ വനിതാ നേതാക്കന്മാരുടെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തുക, ഒളിഞ്ഞു നോട്ടം, വീഡിയോ ചിത്രീകരിക്കൽ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കഞ്ചാവ് കടത്ത്. മാനവരെ മറന്നിക്കൂ. കഞ്ചാവ് കടത്ത്, കഞ്ചാവ് ടീംസിനെ സംരക്ഷിക്കൽ, SDPI-യെ സംരക്ഷിക്കൽ. വർഗീയതയുമായിട്ട് ഞങ്ങൾക്ക് സന്ധിയില്ല കേട്ടോ. വർഗീയതയുമായിട്ട് ഞങ്ങൾക്ക് സന്ധിയില്ല. മാനവരെ, എനിക്ക് രണ്ട് പറയാനുണ്ട്. രണ്ട് പറ. കോൺഗ്രസിന്റെ കാര്യം ഞാൻ പറയട്ടെ. നാട് മുഴുവൻ പരാഗണം നടത്തുന്ന ഒരു പാലക്കാട് MLA. നിർത്തടോ. സുധാകരൻ നിങ്ങളുടെ ഗുണത്തെ കുറിച്ചല്ലേ ഇപ്പൊ പറഞ്ഞ, അതിന് മറുപടി പറ. അതിനപ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ മണ്ടലോട്ട് കയറുന്ന എന്തിനാ? എടാ, നിങ്ങളുടെ തനിക്കുണങ്ങളെ കുറിച്ച് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയ ഒരു നേതാവ് പറയുമ്പോൾ അതിനല്ലേ മറുപടി നിങ്ങൾ കൊടുക്കേണ്ടത്? എന്നു മുതൽ ഈ സുധാകരന് ഞങ്ങളുടെ പാർട്ടി അന്യമായത്? എന്നു മുതൽ അഭിമന്യനായത്? പറ. അഭിമന്യത് അതിന്റെ അർത്ഥം എന്താന്ന് അറിയാമോടോ? അതിന് എന്നു മുതൽ വെറുക്കപ്പെട്ട പാർട്ടിയായി മാറിയത്? പറയൂ സുധാകര, പറയൂ. സുധാകരനെ എന്ന് മുതലാണ് നിങ്ങൾക്ക് വെറുക്കപ്പെട്ടവനായത്? അതുകൂടെ ഒന്ന് കേൾക്കട്ടെ. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയില്ല. എല്ലാ പാർട്ടിക്കാരും. പിണറായിക്ക് എന്താണ് പ്രത്യേകത? ഇപ്പൊ കഴിഞ്ഞ ദിവസം സുധാകരൻ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു സുധാകരന് അധികാരമോഹമാണെന്ന്. അപ്പൊ പിണറായിക്കോ? അത് പിന്നെ എത്ര തവണയാണ് മത്സരിക്കാൻ നിന്നത്? 9 തവണ. അത് പറ. ഈ നയിക്കുവാൻ നിങ്ങൾ എന്തിനാണ് ഒരാളിൽ കേന്ദ്രീകരിക്കുന്നത്? എല്ലാവരും കൂടി ഈ CPM എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടി അല്ലേ? അതെ, കിടക്കുന്നു. ഏട്ടാ, നിങ്ങൾ എന്തിനാണ് ഈ ഒരാളിൽ? നിങ്ങളുടെ നിലപാടുകൾ എന്തായിരുന്നു? വ്യക്തി ആരാധന പാടില്ല, വ്യക്തി പൂജ പാടില്ല, ഇതെല്ലാം നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പൊ ഇല്ലേടോ?
തീയിൽ കുരുത്ത പിണറായി, തീയിൽ കുരുത്ത എന്തെന്നാ സൂര്യൻ, ചന്ദ്രൻ, ഇന്ദ്രൻ. നിങ്ങൾക്ക് അസൂയ? നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പാർട്ടിയെ കുറിച്ചല്ലേ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്? RSS അയ്യോ, RSSനെയൊക്കെ ഞങ്ങളൊരു ഇരയായിട്ട് പോലും കാണുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അതിനെ ഉയർത്തി കാണിക്കുന്നത്? പറയുമ്പോഴേ നിങ്ങൾ അവരെയും പറയും ഞങ്ങള്. ഏട്ടോ, നിങ്ങൾക്കെതിരെ ജനങ്ങളാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മനസ്സിലാക്കൂ, മനസ്സിലാക്കൂ. എന്താണ് ആ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു? നമുക്ക് ഒളിഞ്ഞു നോട്ടം അറിയത്തില്ല. നിങ്ങളെ പോലെ ശാഖയിൽ നടന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. സുഹൃത്തുക്കളെ, നമ്മൾ നിങ്ങളുടെ പാർട്ടിയുടെ അധപ്പതനത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അധപ്പതനമുണ്ട്, അധപ്പതനമുണ്ട്, അധപ്പതനമുണ്ട്. അതായത് VS വലിയൊരു ശക്തി കേന്ദ്രമായി ഉയർന്നു വന്നപ്പോൾ ക്രോഡീകരിക്കുന്നത് ഞങ്ങളുടെ നേതാവായതുകൊണ്ട് കേട്ടോ, അന്ന് അതായത് പാർട്ടിക്ക് മുകളിൽ VS ഉയർത്തപ്പെട്ടപ്പോൾ അതിനെ ഏറ്റവും അധികം വിമർശിച്ച നേതാവ് ആരായിരുന്നടോ? പിണറായി. ആരായിരുന്നടോ? അന്നേരം നിങ്ങളുടെ പിണറായി എന്തുവാ പറഞ്ഞത്? വ്യക്തി ആരാധന ഇവിടെ പാടില്ല, പാർട്ടിയാണ്, പ്രസ്ഥാനമാണ് വലുതെന്ന് പറഞ്ഞ നിങ്ങളുടെ പിണറായി PR വർക്ക് നടത്തിയിട്ടല്ലേടോ ഇന്ദ്രനും ചന്ദ്രനുമാണെന്ന് തള്ളി മറിച്ചോണ്ടിരിക്കുന്നത്? PR വർക്കൊന്നുമല്ല, അത് നമ്മൾ ഇഷ്ടപ്പെട്ട് പാടുന്നതാണ്. ചന്ദ്രനാണ്, ഇന്ദ്രനാണ്, സൂര്യനാണ്, കൊറേ ഊച്ചാളിത്തരവായിട്ട്. എന്നിട്ട് ഒരു നീലക്കുറുക്കനെ പോലെ ഇപ്പം നാട് മുഴുവൻ കൂവിക്കൊണ്ട് നടക്കുക. കിട്ടുന്ന വേദികളിൽ എല്ലാം ചെന്ന് അവൻ പരനാറി, മറ്റവൻ ചെറ്റ, കുലംകുത്തി. ഒരു മുഖ്യമന്ത്രി പറയേണ്ട വാക്കാണോ ഇതൊക്കെ? കുലംകുത്തി പരനാറിയൊക്കെ പണ്ട് പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞതല്ല. ഈ ചെറ്റത്തരവനാണെ തന്നെ അങ്ങനെ പറഞ്ഞു നടക്കും. ഇന്നലെ അതിനെ ന്യായീകരിച്ചതോ? ഇന്നലെ അതിനെ ന്യായീകരിക്കാൻ വന്നപ്പോഴേ ചെറ്റത്തരം അതെപ്പോഴാണ് അശ്ലീലമായത്? അതെപ്പോഴാണ് അൺപാർലമെന്ററി ആയത്? ഞാൻ കുറെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന. പിന്നല്ലാതെ ചെറ്റാന്ന് പറഞ്ഞാൽ മാന്യമായി സംസാരിക്കാൻ പഠിക്കുക. പാർട്ടി സെക്രട്ടറി ഒന്നും അല്ലല്ലോ ഇപ്പൊ പാർട്ടി സെക്രട്ടറി ഒന്നും അല്ലല്ലോ ഈ ഹുങ്കും ധാർഷ്ട്യം അഹങ്കാരം കാണിക്കാൻ. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ? ആ ഒരു പക്വത കാണിച്ചു കൂടെയോ? ഒരു പക്വത. ഞങ്ങള് നേതാവിന് പക്വതയുണ്ട്, പാകതയുണ്ട്. എത്ര പേരോട് ദേഷ്യപ്പെട്ട വീഡിയോ ഞാൻ കാണിച്ചു തരാം. കാണിച്ചേ. സതീശനാണോ സംസ്ഥാനം ഭരിക്കുന്നത്? അടുത്തത് വരുമെന്നോ? അയ്യോ, എനിക്ക് വയ്യ. നാട്ടുകാർ നിങ്ങളെ ചീത്ത വിളിക്കുന്നതിന് കയ്യും കണക്കും ഉണ്ടോ? കയ്യും കണക്കും. നിങ്ങളുടെ ധാർഷ്ട്യത്തെയാണോ നമ്മൾ ചോദ്യം? എന്തിനാണോ ഇങ്ങനെ ധാർഷ്ട്യം കാണിക്കുന്നത്? ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയോ മറ്റേ ഉത്തര കൊറിയയോ ഒന്നും അല്ല, കേരളമാണ്. ഈ പറയുന്ന ഏകാധിപത്യം കാണിക്കാൻ ഇവിടെ വില പോകൂല. അത് ഇവിടെ പോകില്ല. പിന്നെ അത് അങ്ങ് അടങ്ങി ഒതുങ്ങിയാ പോരെ? ഇതിവിടെ വില പോകൂല എന്ന് മനസ്സിലായ അഹങ്കാരം അങ്ങ് കുറച്ചാ പോരെ? ഞങ്ങളുടെ ശൈലി ഞങ്ങൾക്ക് അല്ല തന്നെ എന്തോന്ന് കാണിക്കാം, എന്തോന്ന് അഹങ്കാരം കാണിക്കാൻ. ഒരു മനുഷ്യന്റെ ശൈലി മാറ്റാൻ പറ്റുമോ? പിന്നെ ഒരു മനുഷ്യന്റെ ശൈലി ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അങ്ങ് സഹിക്കണമെന്നൊന്നുമില്ല. മാനവരെ നിങ്ങൾ അതുകൊണ്ടാണ് സുധാകരൻ ഇപ്പൊ ചീത്തവിളിയോട് ചീത്തവിളിയാ. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് സുധാകരൻ വിമർശിച്ചതാണത്, കഞ്ചാവ് അടിക്കുന്നവന്മാരെല്ലാം ചെങ്കൊടിയും പിടിച്ചു നടക്കുവാന്ന്. ആലപ്പുഴയിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ഉള്ളതല്ലേ സുധാകരൻ പറഞ്ഞത്? പ്രഭാകരനല്ലേ സുധാകരൻ. സുധാകരൻ പറഞ്ഞതിൽ എന്താണോ തെറ്റുള്ളത്? ആലപ്പുഴയിലെ എത്രയോ കാലമായിട്ട് ആലപ്പുഴയിലെ CPM-ന്റെ തനിക്കോണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിമിനലുകളെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ നിങ്ങൾക്ക് വയ്യേ? പത്തനംതിട്ടയിലോട്ട് വന്നു കഴിഞ്ഞാലോ ഒരു വീണ ജോർജ് കണ്ട കാപ്പാ ഗുണ്ടകളെയൊക്കെയാ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ആണ്ട കിടക്കുന്നു. എനിക്ക് വയ്യ. ഈ പാർട്ടി ഇവന്മാരെല്ലാം കൂടെ കുളം തോണ്ടും. ഈ പാർട്ടി ഇവന്മാരെല്ലാം കൂടെ കുളം തോണ്ടും. വീട്ടിൽ പുസ്തകങ്ങൾ എത്തിയ 10 വർഷം. ഇതെന്താ കുറയ്ക്കാത്തേന്ന് ഞാൻ അങ്ങോട്ട് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞങ്ങൾ വൻ വിജയം നേടും. 140-ൽ 100 സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും. ഇത് തന്നെ പ്രതിപക്ഷം പറയുന്നു. അവരങ്ങനെ പറഞ്ഞു നടക്കുകയുള്ളൂ. ഒന്നും നടക്കാൻ പോണില്ല. ഞങ്ങൾ തന്നെ വീണ്ടും പിണറായി മറ്റേ ഇടുക്കിയിൽ എത്തിയപ്പോഴത്തേക്ക് വായിന്ന് വന്ന വാക്കുകൾ കേട്ടല്ലോ. അങ്ങ് കാസർഗോഡ് വരെ എത്തുമ്പോ എന്തായിരിക്കും അവസ്ഥ? അത് പിന്നെ മിണ്ടാതിരിക്കാൻ പറയുന്നതായിരിക്കും നല്ലത്. അത് പിന്നെ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയാതിരിക്കാൻ വേണ്ടിട്ട് ചോദ്യം ചോദിക്കേണ്ട വേദി. ചോദ്യങ്ങൾ എനിക്കിഷ്ടമല്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നവന്റെ മൂട്ടിൽ ഞാൻ പടക്കം വെച്ച് പൊട്ടിക്കും. ഔചിത്യ ബോധം വേണം. ഒരു മനുഷ്യൻ അവിടെ തൊണ്ട പൊട്ടി പ്രസംഗിക്കുമ്പോഴല്ല ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു വരേണ്ടത്. വാർത്താ സമ്മേളനത്തിൽ എത്ര ചോദ്യങ്ങൾക്കായിരുന്നു മറുപടി പറയുന്നത്? എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാറുണ്ട്. ഈ എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിന് വരുന്നുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് എന്തോന്നറിയാമോ? മറ്റേ ചോദ്യങ്ങളൊന്നും വേണ്ട. എനിക്ക് സൗകര്യം ഉണ്ടേ ഞാൻ പറയും, അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോകും. മൈക്ക് ഓഫാക്കി ഒരൊറ്റ പോക്ക.
ചോദ്യം അല്ല, നിങ്ങളുടെ പിണറായി നിങ്ങളുടെ പിണറായി എന്താ മോദിക്ക് പിടിക്കുവാണോ? ചിലപ്പോ അങ്ങനെ മോദി ഇതുപോലെ മാധ്യമങ്ങളെ കാണുമ്പോ ഒറ്റ ഓട്ടം. മോദി 2.0. എന്റെ വിഷമം അതല്ല ആശാനെ. ഇനി എങ്ങാനും ഞങ്ങൾ 100% ആത്മവിശ്വാസത്തിലാണ്. എങ്ങാനും യൂണിയൻ അധികാരം കിട്ടിയാൽ എന്റെ പൊന്നോ ആ മുഖ്യമന്ത്രി കസേര എടുത്തോണ്ട് ഓണായിരിക്കും നല്ലത് കേട്ടോ. അത് കിട്ടാൻ വേണ്ടി അകത്ത് തന്നെ വൻ അടിയായിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിലും വലിയ അടിയാ. പിന്നെ അത് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരൊറ്റ സ്വരമേ ഉള്ളൂ. അതെ, പിണറായിയുടെ സ്വരം. പിണറായി പറയും, പിണറായി നടപ്പിലാക്കും. അതിനാണ് നമ്മൾ ഏകാധിപത്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. ഐക്യം പറയും. അതിന് നിങ്ങൾ കണ്ണടച്ചിട്ട് ഒരു അതായത് കിടന്നു വരെ ഞാൻ ഭരിക്കും, ബാക്കിയുള്ളവർ അതങ്ങ് അനുസരിച്ചോണമെന്ന്. വി.ഡി. സതീശൻ പറയാണ് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരുപാട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ ഞങ്ങൾ വൈകിട്ടൊന്നുമില്ല. അവര് സ്ഥാനാർത്ഥികളെയൊക്കെ ഒരു ചിന്തയില്ലാതെയാണ് നിയമിച്ചതെന്ന് അല്ലെങ്കിൽ ഇറക്കിയതെന്ന്. എന്തൊക്കെ ഒഴിവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതായത് നിങ്ങളുടെ നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ വെറുതെ ട്രോളന്മാരുടെ വായി ചെന്ന് കയറി കൊടുക്കുന്നത്. പിഷാരടി കോമാളിയാണെന്ന് പറഞ്ഞു. അവസാനം തോമസ് ഐസക്കിനും ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നോ? മാപ്പ് പറയേണ്ടി വന്നോ? മിണ്ടാതിരുന്നാ പോരെ? കോമാളിയാണെന്ന് ഒരു സ്ഥാനാർത്ഥിയെ പറയുക കോമാളിയാണെന്ന്. പിന്നല്ലേ കോമഡി ചെയ്യുന്ന ആ വ്യക്തി കോമാളിയായി. അപ്പൊ പിന്നെ ഇന്നസെന്റിനൊക്കെ നിങ്ങൾ സീറ്റ് കൊടുത്തതോ? അന്നേരം നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ ഒരു കോമാളിക്ക് സീറ്റ് കൊടുത്തെന്ന് പറയാൻ ഓർത്ത് വെക്കും. നമ്മള് മുകേഷിന് സീറ്റ് കൊടുത്തോ നിങ്ങൾ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരാള് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് അയാളുടെ പ്രൊഫഷൻ അല്ലേ? അത് അയാളുടെ ജോലിയല്ലേ സിനിമ? പാലക്കാട് സീറ്റിൽ മമ്മൂട്ടിയെ നിങ്ങൾ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നു. കോമാളി എന്ന് നിങ്ങൾ പറയുമോ? പറയോടോ? മനസ്സിലായില്ലേ? ഇതാണ് പ്രശ്നം. ഇതാണ് ഇവരുടെ പ്രശ്നം. വ്യത്യാസമുണ്ട് കേട്ടോ. എന്നിട്ടോ മറ്റേ മനുഷ്യന്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി നിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം മാതിരി ഊച്ചാളിത്തരം ഉണ്ടല്ലോ. ഈ ഒരു പ്രസ്ഥാനത്തെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുക. ഇതിലെ കുറെ വേട്ടാവളിയന്മാരെല്ലാം കൂടെ വലിഞ്ഞു കയറി വന്നിട്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ തന്നെ പോകും കേട്ടോ. അത് നിങ്ങളുടെ മിടുക്കൊണ്ടല്ല. ഇവിടുത്തെ കമ്മ്യൂണിസം എന്ന സാധനം നെഞ്ചിലേറ്റുന്ന ഒരുപാട് മനുഷ്യർ, അധികാരമോഹികളല്ലാത്ത ഒരുപാട് മനുഷ്യർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന്, അതായത് അമ്പലപ്പുഴയിൽ ഈ പറയുന്ന സുധാകരൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു പ്രതികരണം നിങ്ങൾ കേട്ടായിരുന്നു. ചെങ്കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവര് പറഞ്ഞു, സുധാകരൻ വേണമെങ്കിൽ പൊക്കോട്ടെ, ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. പിണറായി വന്നു പോയാലും ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. ഈ പ്രസ്ഥാനം ഇവിടെ കാണുമെന്ന്. അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ നെഞ്ചിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. മനസ്സിലായോ? അല്ലാതെ അധികാരമോഹം കൊണ്ട് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട് പാർട്ടിയെ തൊലയ്ക്കാനായിട്ട്. പാർട്ടി ഇട്ടിട്ട് പോകുന്ന കുറെ എണ്ണം ഉണ്ട്. പോയി അപ്പുറത്ത് പോയി കോൺഗ്രസ് പോയിട്ട് ഒരു ഘട്ടത്തിൽ പോകാൻ നിൽക്കുമായിരുന്നല്ലോ. എന്താ നിങ്ങൾ മിണ്ടാത്തത്? കഷ്ടപ്പെട്ട് പിടിച്ചു വന്നത്. നാണം ഉണ്ടോടോ തനിക്കൊക്കെ? പോണവർക്ക് പോകാം. ഞങ്ങൾ ആരുടെ പറയില്ല അയ്യോ പോകില്ലേ അയ്യോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത് പിണറായി അല്ല. ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. പാർട്ടിയെ തൊലയ്ക്കാനായിട്ട് കുറെ അലവലാദികൾ മൂലക്കേട് മൂട്. ഒലക്കര മൂട്